സർ, ക്യാമ്പസുകളിലെ ഈ ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നുള്ളത് എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളുടെയും സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ചർച്ചകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ആശയമാണ്. അത് നല്ല രീതിയിലാണ് എല്ലായിടത്തും സ്വീകരിക്കപ്പെട്ടിട്ടുള്ളത്. 4 വർഷ ഡിഗ്രി കൂടി വരുമ്പോൾ അപ്പോൾ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഈ വർഷം തന്നെ അത് നടപ്പിലാക്കുന്നതിന് വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. അത്തരം കോഴ്സുകൾ വരുമ്പോൾ ഇതിന് കുറെ കൂടി സാധ്യത വരും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ കേരളത്തിലെ കുട്ടികൾ എവിടെ പോകണമെന്ന് വെച്ചാൽ ഏല്, കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്, ഹാർവാർഡ്, ഇങ്ങനെ MIT ഇങ്ങനെയൊക്കെയാണ് പറയാറ്. ഇപ്പൊ ചോദിക്കുമ്പോൾ UK, കാനഡ, ഓസ്ട്രേലിയ എന്നാ പറയാം. അവിടെ ഏത് സ്ഥാപനം, ചിലപ്പോൾ കേരളത്തിലുള്ള സ്ഥാപനത്തെക്കാളും നിലവാരം കുറഞ്ഞ സ്ഥാപനത്തിലേക്ക് വരെ നമ്മുടെ കുട്ടികൾ പോകുന്നുണ്ട്. അവർ പ്രധാനമായിട്ടും പാർട്ട് ടൈം ജോലിക്ക് വേണ്ടിയുള്ള ഒരു ത്വരയുണ്ട്. ഇവിടെ നമുക്ക് ഇത്തരം സംവിധാനങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാം, പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യാം. നമ്മുടെ ആളുകളുടെ മൈൻഡ് സെറ്റിൽ മാറ്റം വന്നിട്ടുണ്ട്. പണ്ട് ITയിൽ പഠിക്കുന്ന ഒരാൾ തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന കണ്ടാൽ അയൽവക്കക്കാർക്കൊക്കെ വലിയ ആശങ്കയാണ്. എന്നാൽ ആശങ്കപ്പെടുന്നവരുടെ മക്കൾ അവിടെ ചിലപ്പോൾ വിദേശത്ത് ഏതെങ്കിലും ഹോട്ടലിൽ സർവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പൊ ആ മനോഭാവത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യണം എന്ന കാഴ്ചപ്പാട് ശക്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ ആശയം നമുക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘട്ടമാക്കി മാറ്റാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ പരിമിതിയും കേരളത്തിന്റെ സാധ്യതയും വസ്തുനിഷ്ഠമായി പരിശോധിച്ചിട്ടുള്ള നയമാണ്. നമുക്ക് വലിയ വ്യവസായങ്ങൾ സാധ്യമാവില്ല, പൊല്യൂഷൻ ഉണ്ടാക്കുന്ന വ്യവസായങ്ങൾ സാധ്യമാകില്ല. നമുക്ക് ഒരു 10-15 കൊല്ലം കൊണ്ട് കേരളത്തെ ഒരു ഹൈടെക് മാനുഫാക്ചറിങ്ങിന്റെ ലോകോത്തര ഹബ്ബാക്കി മാറ്റാൻ കഴിയും. അതിന് പറ്റുന്ന മാനവ വിഭവശേഷി നമുക്കുണ്ട്. അതിൽ ഡിസൈൻ മേഖലയ്ക്കകത്ത് ലോകത്തിൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആയിരക്കണക്കിന് മലയാളി പ്രൊഫഷണലുകളുണ്ട്. അപ്പൊ അവരുമായി ഞങ്ങളൊരു ആശയവിനിമയം നടത്തുകയുണ്ടായി. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ, ഇപ്പൊ ഇറ്റലി ഒരു സ്ഥാപനം തന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷേതാവിന് കൂടി അറിയാവുന്ന അദ്ദേഹത്തിന്റെ നേരത്തെ മണ്ഡലത്തിന്റെ ഭാഗമായി ആലങ്ങാട്, ഇപ്പൊ ഇറ്റലിയിലെ ഒരു ഹോളോഗ്രാം സംവിധാനം, സ്പേസ് സ്റ്റിമുലേറ്ററൊക്കെയുള്ള സംവിധാനം അവർ തന്നെ പരിശോധനയ്ക്കടുത്ത് സ്ഥലം കണ്ടെത്തി ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിന് നല്ല സാധ്യതയുണ്ട്. കോളേജുകൾക്കകത്ത കോഴ്സുകളും അതിനനുസരിച്ചുള്ള പുനഃസംഘടന നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അക്കാദമികമായ സ്ഥാപനങ്ങളും വ്യവസായ സ്ഥാപനങ്ങളും ബന്ധം ശക്തിപ്പെടുത്തുക, ആ ഗ്യാപ്പ് ഇല്ലാതാക്കുകയാണ് സർക്കാരിന്റെ നയം. അതിന് കുറെ കൂടി സഹായിക്കുന്നതാണ് ഈ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എന്നാണ് സർക്കാർ കരുതുന്നത്.